സംടൈംസ് വി ഫീൽ ലോൺലി. ഫോണിൽ ഒത്തിരി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, നമുക്ക് ബോറടിക്കും കുറച്ച് കഴിയുമ്പോൾ അല്ലേ. എപ്പോഴും നമുക്ക് എല്ലാവരും അവൈലബിൾ ആയിരിക്കില്ല. യൂറോപ്പിലെ ഈ തണുപ്പ് കാലത്ത് വല്ലാത്തൊരു ഡിപ്രഷനിലാവും നമ്മളെന്ന്. ഒരു മാസത്തെ പൈസ വെറുതെ പോയി. ഒരൊറ്റ മെഷീനിൽ നമ്മളിങ്ങനെ കയറി നിന്ന് കഴിയുമ്പം നമുക്ക് വേണ്ട എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റാക്കി തരും. ബേൺ ചെയ്ത കളറി മൊത്തം ഇതിലൂടെ ഞാൻ തിരിച്ചു കയറ്റും. ചെറിയൊരു ഹോം ടൂർ ആണ് ഗൈസ്. ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണ് കേട്ടോ എന്റെ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് സംസാരിക്കാനൊന്നും ഭയങ്കര തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇന്ന് 3 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നാളെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് വീട്ടിലേക്ക്. ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് ചെറിയൊരു ഗ്യാതറിങ് പോലെ ഫുഡൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ജിമ്മിൽ പോകാൻ പോവാണ് ഗൈസ്. യെസ്. അപ്പോൾ എന്താ പറയുക, ജീവിതത്തിൽ ഇതേവരെ ജിമ്മിൻ്റെ പടി ഞാൻ ചവിട്ടിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കാണാനൊക്കെ, ഫ്രണ്ട്സിനെ കാണാനൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇതുവരെ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, എന്തിന് വർക്കൗട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല ലൈഫിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്കൗട്ട് റുട്ടീൻ അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളെ അല്ല ഞാൻ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടെ കൂടെ തമാശയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാനോ നടക്കാൻ പോലും പോകാത്ത ഒരാളാണ് ഞാൻ. Even though I know the importance of exercise in our life, I'm a very lazy person guys. ഞാനിപ്പോൾ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ പിന്നിൽ ചെറിയൊരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്. കുഞ്ഞു സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു കുട്ടി സ്റ്റോറി. എന്താ പറയുക, നമുക്കിപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഒത്തിരി പേര് നമുക്ക് ചുറ്റിനും ഉണ്ടെങ്കിലും സംടൈംസ് വി ഫീൽ ലോൺലി. അത് നിങ്ങളിൽ എത്ര പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഒരു 80% ആൾക്കാരും ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കണം അല്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ സംസാരിക്കാനാണെങ്കിൽ നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ചുറ്റിനും ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ സംടൈംസ് ഐ ഫീൽ ലോൺലി. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടിട്ടായിരിക്കാം, വാട്ട് എവർ. അതെനിക്ക് ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്തപ്പോഴാണെന്നറിയുമോ, എനിക്ക് വൈറൽ ഫീവർ പിടിച്ച് ഞാൻ കിടപ്പിലായിരുന്നു ഒരാഴ്ചയോളം. എന്നാൽ എനിക്ക് ചുറ്റിനും എല്ലാ ആൾക്കാരും ഹെൽപ്പ് ചെയ്യാനും അക്കാര്യത്തിൽ എനിക്ക് ലക്കിയാണ് കേട്ടോ. എനിക്ക് ശീതളേച്ചിയൊക്കെ ആണെങ്കിലും എപ്പോഴും അവർ ഫുഡ് ഉണ്ടാക്കി കൊണ്ടു തരികയും അങ്ങനെ അവരെയൊക്കെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാർ, അവരൊക്കെ എനിക്ക് ചുറ്റിനും ഉണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ ആൾക്കാരുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്ക് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യും. അതും അത്രയും ദിവസം വർക്കിനൊന്നും പോവാതെ റൂം അടച്ചിട്ട് ഇങ്ങനെ പനി പിടിച്ച് കിടപ്പിലല്ലേ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ലോൺലിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എന്നാൽ അവരെ നമ്മൾ വിളിക്കുന്നു, സംസാരിക്കുന്നു, എടുക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സമയവ്യത്യാസം നമുക്കറിയാമല്ലോ, നാട്ടിലും യുകെയിലും തമ്മിലുള്ള സമയവ്യത്യാസം അറിയാം. അപ്പം ചിലപ്പോൾ നമ്മളിവിടെ നോർമൽ ടൈമിലായിരിക്കുന്ന സമയത്ത് അവരവിടെ നല്ല ഉറക്കമായിരിക്കും. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ. അതുമാത്രമല്ല, എന്താ പറയുക, എനിക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയ 1 മണിക്കൂർ, അതിനപ്പുറത്തേക്കൊന്നും ആരുമായിട്ടും ഫോണിൽ എത്ര അടുപ്പമുള്ള ആൾക്കാരാന്ന് പറഞ്ഞാലും ഫോണിൽ ഒത്തിരി സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തലവേദനയൊക്കെ എടുക്കും. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ എടുക്കും, എത്ര നേരം നമ്മൾ സിനിമ കണ്ടിരിക്കും ഫോണിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കും, നമുക്ക് ബോറടിക്കും കുറച്ച് കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ പനി പിടിച്ചിരുന്ന ദിവസങ്ങളിൽ മൊത്തം എനിക്ക് ഭയങ്കര ലോൺലി ഫീലായിരുന്നു. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ലോൺലി ഫീലായിരുന്നു. അപ്പോഴാണ് ഞാൻ ജിമ്മിൽ പോകാം എന്നുള്ളൊരു ഡിസിഷൻ കാര്യമായിട്ട് എടുത്തത്. അതാകുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ആകും. അവിടെ പോയി 10 ആൾക്കാരെ കാണും, അവരോട് സംസാരിക്കാം, എടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് എല്ലാ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, എപ്പോഴും നമുക്ക് എല്ലാവരും അവൈലബിൾ ആയിരിക്കില്ല. അതൊരു സത്യമാണ് അല്ലേ.
ഓക്കെ, അങ്ങനെ ഞാൻ ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇപ്പം എൻ്റെ ഇവിടെ യുകെയിലുള്ള പല ഫ്രണ്ട്സും നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് നാട്ടിൽ പോയിട്ട് ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു. എല്ലാത്തിൻ്റെയും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടി കിടക്കുക. അപ്പം കാരണം എന്താ, നമുക്ക് ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം വലിച്ചു വരി കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എക്സർസൈസും കൂടെ ചെയ്യാതിരുന്നാൽ പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, എന്താ ഒരു പാട്ടുണ്ടല്ലോ, മുറ്റത്തെത്തും തെന്നലേ, ആ പാട്ടുള്ള സിനിമയില്ലേ, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അതിലാണെന്ന് തോന്നുന്നു ഒരു ഡയലോഗ് പറയുന്നുണ്ട്, യൂറോപ്പിലെ ഈ തണുപ്പ് കാലത്ത് വല്ലാത്തൊരു ഡിപ്രഷനിലാവും നമ്മളെന്ന്. പിന്നെ നമ്മുടെ ബേസിൽ ജോസഫിന്റെ സിനിമയ്ക്കകത്തിലും കാനഡയിലെ ഏതൊരു സിനിമ ഉണ്ടല്ലോ, അതിനകത്തില് കാനഡയിലെ മഞ്ഞ് കാലത്ത് അതിനകത്തില് അവൻ അനുഭവിക്കുന്ന ഡിപ്രഷനെ കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഇല്ലേ, സ്റ്റിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ അതും കൂടെ കൊണ്ടിട്ടാണ് ഞാൻ എന്തായാലും ജിമ്മിൽ പോകാം എന്ന് വിചാരിച്ചത്. അവിടെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, മൈൻഡിനും നല്ലതാണ്. ഒരു മൈൻഡ് ബോഡി ടോണിക്കാണ് സത്യം പറഞ്ഞാൽ ജിം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവസാനം ഞാൻ ലോകമടിച്ചേ ഞാൻ ഒരു മോർണിംഗ് വാക്കിന് പോലും പോകാത്ത ഞാൻ അവസാനം ഗൈസ് ജിമ്മിൽ പോകാനുള്ള ആ ഒരു വലിയ ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ജിമ്മിൽ ചേർന്നിട്ട് മടി പിടിച്ച് തണുപ്പ് കാരണം പോവാണ്ടിരുന്ന് വെറുതെ എൻ്റെ 1 മാസത്തെ പൈസ വെറുതെ പോയി. അങ്ങനെ എന്തായാലും ഇന്ന് മുതൽ, ഇപ്പം സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്, അപ്പോൾ 2 ദിവസം എന്തായാലും ഡ്യൂട്ടി ഇല്ലാത്ത കാരണം നമുക്ക് ജിമ്മിൽ പോകാനുള്ള ഒരു ഇത് വരും. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പോകാൻ ഭയങ്കര ത്വരയായിരിക്കും എന്നാണ് എൻ്റെ ജിമ്മന്മാരും ജിമ്മത്തികളുമായിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞു തന്നിരിക്കുന്നത്. എനിക്ക് ജിമ്മിലെ ഒരു മെഷീൻസും യൂസ് ചെയ്യാൻ അറിയില്ല. ഈവൻ ട്രെഡ്മില്ല് പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ആ ജിമ്മിൽ എന്താ പറയുക, ഇ ജിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഒരു ബാൻഡ് കിട്ടും. നമ്മൾ എക്സ്ട്രാ കുറച്ച് 5 പൗണ്ട്സോ 10 പൗണ്ട്സോ എങ്ങാണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബാൻഡ് കിട്ടും. അപ്പോൾ ഈ ബാൻഡുമായിട്ട് നമുക്ക് ഈ ജിം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരൊറ്റ മെഷീനിൽ നമ്മളിങ്ങനെ കയറി നിന്ന് കഴിയുമ്പം നമുക്ക് വേണ്ട എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് തന്നെ എല്ലാം നമുക്ക് സെറ്റാക്കി തരും. അപ്പം ഇതൊന്നും എന്തോ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ട് രോഹിത് ഉണ്ട്, അവൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നതാണ്. അപ്പോൾ അവൻ പറഞ്ഞുള്ള അറിവാണ് ഇതൊക്കെ. എന്തായാലും ഇന്ന് പോയിട്ട് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫാക്ടറി ഷോപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതാണ് ഫാക്ടറി ഷോപ്പ്. അപ്പം ഇവിടെ അത്യാവശ്യം ഇപ്പം ഞാൻ കാണിച്ചു തരാം. ദ ഒറിജിനൽ ഫാക്ടറി ഷോപ്പ് ആണ് ഈ കടയുടെ പേര്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. പലതിനും 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ശീതൾ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ഞാനും ഇങ്ങോട്ട് കയറാൻ പോവാ. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന്. ശീതളിന് ഇതാ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും ഇതാ മാച്ചിങ് ആണ്. യെസ്. അപ്പം തുടങ്ങിയോ ഷോപ്പിംഗ്? എന്തൊക്കെ മേടിച്ചു നീയല്ലോ? ഒന്നും വാങ്ങിയിട്ടില്ല. അത് കൊള്ളാം. എത്ര പൗണ്ടാടി? ഇത് 3 ആണ്, പക്ഷെ ഇവിടെ ക്രിസ്മസ് കഴിഞ്ഞോണ്ട് 1.5 ഉള്ളൂ. ആണോ? 1.5 പൗണ്ട് അല്ലേ? ഇത് കണ്ടോ, ഇവിടെ കുറേ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 50% ഓഫാ അല്ലേ? ഞാൻ UK വന്ന് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത 2-ചക്ര വാഹനമാണിത്. കൊള്ളാം. സോ യൂസ്ഫുൾ. നൈസ്. ഡ്രസ്സുകളൊക്കെ കുറേ കിടപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പ് മൊത്തം എന്താ നല്ല അടിപൊളി കുറേ ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങളിവിടെ മൊത്തം ചുമ്മാ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക. ശീതള, നീ വല്ലതും വാങ്ങിയോടി? ടേബിൾ ക്ലോത്ത്. കൊള്ളാം. ജിമ്മിൽ പോകുന്നതാണ്. നല്ല ഭംഗിയുള്ള നൈറ്റ് വെയേഴ്സ് ഒക്കെ ഉണ്ട്, വിന്റർ നൈറ്റ് വെയേഴ്സ്. ഇതൊക്കെ 15 പൗണ്ടാണ്. അപ്പം എനിക്കിത് ഈ പെൻഗിൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ശീതൾ പറഞ്ഞത് എടുക്കണ്ട, അടുത്ത ആഴ്ചയാകുമ്പോൾ പിന്നെയും ഇതിന് ഓഫർ വരുമെന്ന്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് എടുക്കുന്നില്ല ഗൈസ്. ക്ലിയറൻസ് 10 പൗണ്ട്സ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അതില്ല, അത് അവിടുത്തെ സെക്ഷൻ ഞാൻ എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവച്ചതാണ്. ഓ ബെസ്റ്റ്. അങ്ങനെ ഫാക്ടറി ഷോപ്പിലെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. ശീതൾ എത്ര പൗണ്ടിന്റെ സാധനങ്ങൾ എടുത്തു? ഞാൻ 5 പൗണ്ട്. 5 പൗണ്ട്. ഞാൻ 5.5 പൗണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പിംഗ്. അധികം പൈസ വിട്ടുള്ള കളികൾ ഞങ്ങളില്ല, വെറും ചെറിയ കളികൾ മാത്രം അല്ലേ ശീതള? അതെ അതെ. ഇനി നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? എന്റെ ജിമ്മിൽ പോകുന്ന സമയമാകുമ്പോൾ ഞാനങ്ങ് പോകും കേട്ടോ. തൽക്കാലം ശീതളിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ ജിമ്മിൽ പോവാണ്. നീ എടുക്കാൻ പോവാണോ? മിക്കതും
എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. എത്ര പൗണ്ടായിന്? ഇതിന് 2 ആണെന്ന് തോന്നുന്നു. കൊള്ളാം, എനിക്കിഷ്ടമായി, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഞാനും മിക്കവാറും ചിലപ്പോൾ അത് എടുക്കും. അങ്ങനെ ഞാനിനി ഇതാ നേരെ ജിമ്മിലേക്ക് പോവാണ്. ഇനി ഇവിടെ സംസാരിച്ച് കത്തിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ജിമ്മിൽ പോകാൻ മടിയാകും. ഓക്കെ, ബൈ. ഇതാണ് ഗൈസ് എൻ്റെ ജിമ്മ്, കണ്ടോ? അങ്ങനെ ഇതാണ് ഗൈസ് എൻ്റെ ജിമ്മ്. കാണാനൊക്കെ നല്ല സെറ്റപ്പൊക്കെയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ജിം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് ട്രെഡ്മിൽ എക്സർസൈസ് മാത്രമാണ് ഇന്ന് ചെയ്തത്. ഒരു 200 കാലറി ബേൺ ചെയ്ത്, അത്രയേ ചെയ്തുള്ളൂ. എന്നാലും ഫസ്റ്റ് ഡേയിലെ മെഷീൻസൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളെ മുതൽ എന്തായാലും റെഗുലറായിട്ട് ജിമ്മിൽ പോകണം ഗൈസ്. അങ്ങനെ ഞാനൊന്ന് ലിഡിൽ കയറി ചെറിയൊരു ഷോപ്പിംഗ് കൂടെ നടത്താൻ വെച്ചു. അപ്പോൾ നമ്മുടെ ശീതള് ഇപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. എന്നാലും ജിമ്മിൽ നേരെ പോയി വിശന്നിട്ട് വയ്യ, ഉച്ചക്കണയൊന്നും കഴിച്ചതുമില്ല. അപ്പോൾ നേരെ ശീതളിൻ്റെ ഒക്കെ പോയി കുറച്ച് ഇപ്പി കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നേരെ ലിഡ്ലിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ ശീതളിൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. ഗൈസ്, ഇതാ ശീതളിന്റെ വീട് നല്ല ഭംഗിയിൽ ശീതൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തൊപ്പിക്കാരനെ ഇന്ന് മേടിച്ചതല്ലേ? അല്ല ഗൈസ്, ഇതാണ് നമ്മുടെ ശീതളിന്റെ ഫ്ലാറ്റ്. കൊള്ളാലോ, ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണല്ലോ ഗൈസ്. ശീതൾ തന്നെ സൽക്കരിക്കാനുള്ള പുറപ്പാടിലാണ്. ശീതളോട് ജ്യൂസോ എന്തൊക്കെയൊക്കെയോ എടുക്കുന്നുണ്ട്. പക്ഷെ നോ ഷുഗർ. ഞാൻ ജിമ്മില് സ്റ്റാർട്ട് ചെയ്തോണ്ടിട്ട് നോ ഷുഗർ. I'm gonna completely avoid sugar from today onwards. Okay? ജിമ്മിൽ പോയിട്ട് വന്ന ഉടനെ ഇന്ന് ബനാന ചിപ്സ് ഉണ്ട്. അപ്പം ആക്രാന്ത ഇത് പെറുക്കി കഴിക്കുവായിരുന്നു. ബേൺ ചെയ്ത കലറി മൊത്തം ഇതിലൂടെ ഞാൻ തിരിച്ചു കയറ്റും. എന്നെ പോലെ ജിമ്മിൽ പോയിട്ട്. പക്ഷെ ഞാൻ ഷുഗർ കഴിച്ചില്ല കേട്ടോ, ഷുഗർ ഒഴിവാക്കി. ഇന്ന് മുതൽ നോ ഷുഗർ ഡയറ്റ് ഗൈസ്. കണ്ടിട്ട് നല്ല തീ പാർന്ന ആവി പാർന്ന നല്ല യമ്മി ആയിട്ടുള്ള ഇപ്പിയാണ് ശീതൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവസാനം ശീതളുമായിട്ടൊരു റീലൊക്കെ പിടിച്ച് എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇനി നേരെ ഫ്ലാറ്റിലോട്ട് പോവാണ്. നാളെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാളെ ഫ്രണ്ട്സൊക്കെ വരുമെന്ന്. അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്നാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ഞാൻ ഇത്രയും പേർക്കും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. അതാകുമ്പം നല്ല അടിപൊളി, നല്ല സൂപ്പർ നമ്മുടെ നാടൻ ടേസ്റ്റിലെ താനി കേരള സ്പെഷ്യൽ ബിരിയാണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്യുക ചെയ്തത്. അപ്പോൾ മലയാളി ചേട്ടൻ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഫുഡായിരിക്കും. നമ്മുടെ സച്ചുവിൻ്റെ ആബയുടെയും വീട്ടിലെ നമ്മുടെ സച്ചുവിൻ്റെ ആബയുടെയും വീട്ടിലെ ഹൗസ് വാമിംഗ് സെറിമണിക്കും അവിടുത്തെ ഫുഡായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഇനി ഇവിടെ നടക്കുന്ന ചെറിയൊരു ഹോം ടൂറാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ എൻട്രൻസ് ഡോറിൽ ഞാനിങ്ങനെ ഒരു ചെറിയ സംഭവം തൂക്കിയിട്ടുണ്ട്, മേ ഗോഡ് ബ്ലെസ് എവരിവൺ എന്നുള്ളത്. ഇത് നമ്മൾ നേരെ തുറന്നു വരുമ്പോഴത്തേക്കിനും ഇതാണ് എൻ്റെ ബെഡ്റൂം. എൻ്റെ ബെഡ്റൂം എപ്പോഴും എനിക്ക് നല്ല ഭംഗിയിലിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള അലങ്കാരപ്പണികളൊക്കെ ഇങ്ങനെ ചെയ്തിടും. എൻ്റെ മാലാഖേനെ കണ്ടോ, നല്ല ഭംഗിയുള്ള ക്യൂട്ട് മാലാഖ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും സംഭവങ്ങളൊക്കെ വെച്ച് ഞാൻ റൂം എപ്പോഴും ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. ഇത് അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ അച്ഛൻ്റെയും ഞാനായിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എൻ്റെ വാളിൽ ഇങ്ങനെ തൂക്കി നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ എന്താണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഇവിടെയൊക്കെ ഞാൻ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു മിററുണ്ട് റൂമിൽ. അടുത്തത് നമ്മൾ പോകുന്നത് എൻ്റെ കിച്ചണിലേക്കാണ് ഗൈസ്. ഇവിടെയും ഞാൻ പൂവും കായും എല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇർഫാൻ, നമ്മുടെ ശീതളേച്ചി എല്ലാവരും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഫുഡ് തന്നിട്ട് അവർ നേരെ പോയി ഫ്രഷ് ആയിട്ട് വരും. എൻ്റെ ശ്രീതേട്ടൻ അവിടെ? ശ്രീതേട്ടനുണ്ട് ഗൈസ്. ഹായ്, ഹലോ ഗൈസ്, ഇങ്ങോട്ട് നോക്കുക. അങ്ങനെ ഇവിടെ എല്ലാവരും വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങള് നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേരുടെ വരാനുണ്ട്. സച്ചു ആബ എല്ലാവരും വരാനുണ്ട്.
ഇതെൻ്റെ ലിവിങ് റൂമാണ് കേട്ടോ. ലിവിങ് റൂം ഓപ്പൺ കിച്ചണാണ് ഇത്. പിന്നെ ഡൈനിങ് ടേബിൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഇവിടെ വന്നിരിപ്പുണ്ട്. ബിരിയാണിയും ചിക്കൻ കറിയും. പിന്നെ നമ്മളിനി ശീതളയിച്ചേക്ക് ഫുഡ് കൊണ്ടുവന്ന് വെച്ച് അവരാണ് ഫുഡ് എടുക്കാൻ പോയത്. എന്നിട്ട് അവരിനി തിരിച്ച് റെഡി ആവാൻ വേണ്ടിട്ട് പോവാണ്. ഗൈസ്, നമ്മുടെ ഏഞ്ചൽ എന്ന കൊച്ചി ശീതൾ തോമസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹലോ ശീതള, വരൂ വരൂ. എല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു പറയൂ, ഈ സന്ദർഭത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? നല്ല ഫുഡായിരുന്നു. നമ്മുടെ ആ ചേട്ടൻ, ബോസ്റ്റൺ ചേട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. ചേട്ടന്റെ പേര് ജോഫിൻ എന്നാണ്. അപ്പൊ ബോസ്റ്റണിലുള്ള എല്ലാവരും ധൈര്യമായിട്ട് കണ്ണു വെച്ച് നമ്മുടെ ജോഫിൻ ചേട്ടന്റെ എന്താണ് കാറ്ററിംഗ് ഏറ്റെടുക്കാവുന്നതാണ്. കുപ്പിയോടൊക്കെ അമർത്തുന്നു. ഗൈസ് പറയൂ, ഫുഡിന്റെ റിവ്യൂ പറയൂ. സോറി, ഇവര് കഴിച്ചിട്ടില്ല ഗൈസ്. ഇവര് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡിന്റെ റിവ്യൂ പറഞ്ഞായിരിക്കും. പക്ഷെ ഇത് മൊത്തത്തിൽ കൊള്ളാം. കാണാനും നല്ല ലുക്ക് ഉണ്ട്. കാണുമ്പോ തന്നെ അറിയാം ഫുഡ് കൊള്ളാം. അച്ഛൻ പറ. ഓൾറെഡി റിവ്യൂ കഴിച്ചു. ഫുഡ് നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയല്ല ഗൈസ്, അതുകൊണ്ട് എന്തായാലും ഒരു നല്ല ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോഫിൻ ചേട്ടന് വലിയൊരു ബിഗ് താങ്ക്സ്. ഗൈസ്, ഇതിന്റെ ഡ്രസ്സിംഗ് റൂമാണ് ഗൈസ്. ചെറിയ രീതിയിൽ നമ്മുടെ ഇർഫാന്റെ ശീതളേച്ചി എല്ലാരും വന്നു. നമ്മുടെ ഇർഫാനിന്റെ അച്ഛൻ ചേർന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ശീതളേച്ചി വന്നിട്ടുണ്ട്. ശ്രീതേട്ടൻ വന്നിട്ടുണ്ട്. ഇവര് എല്ലാവരും ഫുഡൊക്കെ അടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ബിനു ഡോക്ടർ ഫാമിലിയൊക്കെ പോകാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ നമ്മൾ രസമായിരുന്നു, എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട്. അങ്ങനെ ഇവരെല്ലാരും പോവാൻ നിൽക്കുകയാണ് ഗൈസ്. പ്രകാശ്, അബസ് കുമാർ, ഞങ്ങളെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച കാവിക്കുന്നു. അതെ 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 അങ്ങനെ നമ്മുടെ അച്ചു ജർമ്മനിക്ക് പോവാണ്. എന്നാ പോന്നെ? മാർച്ചിൽ അച്ചു ജർമ്മനിക്ക് പോവാണ്. അപ്പൊ ഇനി കുറെ നാളത്തേക്ക് അച്ചുവിനെ കാണാൻ പറ്റത്തില്ല. ജർമ്മനിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എന്റെ ചാനല്. എനിക്ക് മനസ്സിലായി. അപ്പൊ എല്ലാരും വന്നിട്ട് പോയി. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.